പ്രശസ്ത മാധ്യമപ്രവർത്തകനും കണ്ണൂർ സ്വദേശിയുമായ EM അഷ്റഫ് സംവിധാനവും മൻസൂർ പള്ളൂർ നിർമ്മാണവും നിർവഹിച്ച ഉരു സിനിമയുടെ പ്രദർശനം കണ്ണൂർ NS തിയേറ്ററിൽ നടന്നു. പൈസ മുഴുവൻ നിന്റെ പേരിലല്ല. ആശാരിമാർക്ക് കൂലി കൊടുക്കാനും മരമില്ലിൽ പൈസ കൊടുക്കാനും ഒക്കെ ഞാൻ തന്നെ വേണം. പത്തോ ഈ എന്റെ കൂടെ ഉണ്ടാവണം. എല്ലാം കൂടി ഇപ്പാക്ക് ഒറ്റയ്ക്ക് പറ്റൂല. എന്ത് അതൊന്നും ഇവിടെ പറ്റൂ. അതൊക്കെ ഈ നിർത്തിക്കോളണം. എന്നിട്ട് എന്റെ കൂടെ ഗുരുവിനെടുത്ത് വന്നോളണം. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഉരുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രവാസി ജീവിതത്തെ വരച്ചു കാട്ടുന്നതാണ് ഉരു എന്ന സിനിമയുടെ പ്രമേയമെന്ന് സംവിധായകൻ EM അഷ്റഫ് പറഞ്ഞു. ഉരു എന്ന പേരും മരം കൊണ്ടുണ്ടാക്കിയ ഒരു ഷിപ്പ് അതാണ് ഇതിലെ കഥാപാത്രം. മാമുക്കയും മനോജൊക്കെ ഉണ്ടെങ്കിലും ആ ചലിക്കാത്ത ഉരുവാണ് ഇതിലെ കഥാപാത്രം. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് കോഴിക്കോട് ഭാഷ, ബേപ്പൂരിൻ്റെ കഥ. ഇത് പ്രവാസത്തിൻ്റെ ബേസാണ്. ഇവിടുന്ന് ആളുകൾ ഗൾഫിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ഉരുവിലായിരുന്നു. അപ്പോൾ പ്രവാസം തുടങ്ങുന്ന ഉരുവിലാണ്. അങ്ങനെ ഒരു ഭാഗം. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളുള്ളതാണ് ഉരു നിർമ്മാണം. കാരണം അവർക്ക് സ്കെച്ചൊന്നുമില്ല, മനസ്സിൽ നിന്നാണ് ആശാരിമാർ ഈ ഉരു ഉണ്ടാക്കുന്നത്. അതിൻ്റെ ആണിയടക്കം മരമാണ്. അപ്പം ഇത്രയും 100, 200, 300 കൊല്ലത്തേക്കൊക്കെ നിലനിൽക്കുന്ന ഒരു വലിയ കപ്പൽ പോലുള്ള സാധനമാണ് ഉരു. അപ്പോൾ അത് ആളുകൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതും അതിന് ഇപ്പോൾ അത് 200, 300 ഉരുവുണ്ടായിരുന്നത് ഇപ്പോൾ 2 ഉണ്ടാക്കുന്നുള്ളൂ. ആ മേഖല ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും കൂടി ഇതിൽ പരാമർശിക്കുന്നത്. ഈ ലോകം നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട്. പക്ഷെ സന്മനസ് കാണുക എന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ ഒരു കലാകാരൻ ആ കാഴ്ച എങ്ങനെ കണ്ടു എന്നുള്ളത് നമുക്കിവിടെ തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാകുന്നതെന്ന് പ്രശസ്ത ചലച്ചിത്രകാരൻ ഷാജിയൻ കരുൺ പറഞ്ഞു. അഷ്റഫും മൻസൂറും ഈ പടം ചെയ്യണം എന്നാഗ്രഹിക്കുമ്പോൾ നമുക്കൊക്കെ തിരിച്ചറിയുന്നതൊരു വലിയൊരു കലാകാരൻ്റെ മനസ്സ് നമ്മൾ എവിടെ നിൽക്കുന്നു. ഈ ലോകം നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പം ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ സന്മനസ്സ് കാണുക എന്ന് പറയുന്നത് അത്ര എളുപ്പവുമല്ല ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ. ആ കാഴ്ചയുടെ ഒരർത്ഥത്തിൽ ഒരു കലാകാരൻ ആ കാഴ്ച എങ്ങനെ കണ്ടു എന്നുള്ളത് നമുക്കിവിടെ തിരിച്ചറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള സിനിമകൾ ഉണ്ടാവുന്നത്. സിനിമയേക്കാൾ ഉപരി നമ്മുടെ മുമ്പിലിരിക്കുന്ന കാഴ്ചക്കാരും ഇവരുടെ ഒപ്പം നമ്മൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ടത് ഈ സന്ദർഭത്തിൽ വളരെ ഔചിത്യമുണ്ട്. അതിനേക്കാൾ ഉപരി അവർ തരുന്ന കാഴ്ചയുടെ ശക്തിയാണ് ഇവരുടെയൊക്കെ ബലം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പടം തീർച്ചയായിട്ടും ആൾക്കാരിലേക്ക് എത്തണം, അവർ കാണണം, അത് തിരിച്ചറിയണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ചടങ്ങിൽ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ, വി. ശിവദാസൻ MP, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, CK പത്മനാഭൻ, K. രഞ്ജിത്ത്, ജെയിംസ് മാത്യു, N. ചന്ദ്രൻ, മാധവറാവു സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ K. പ്രമോദ്, KP ശ്രീശൻ, ബാലകൃഷ്ണൻ കൊയ്യാൽ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. ചേംബർ പ്രസിഡന്റ് രമേശ് കുമാർ, സെക്രട്ടറി അനിൽകുമാർ, മാധ്യമപ്രവർത്തകൻ K. ബാലകൃഷ്ണൻ, കണ്ണൂർ വേവ് പ്രസിഡന്റ് KP ശ്രീധരൻ, OC മോഹൻരാജ് എന്നിവർ സംബന്ധിച്ചു. കണ്ണൂർ 1 കണ്ണൂർ. V-Guard, KSB, ആകാശ്, ലക്ഷ്മി കമ്പനികളുടെ മോട്ടോർ പമ്പ് സെറ്റുകൾ, ഗോൾഡ് മെഡൽ, ഹെയർ, GM, എല്ലിസ് കമ്പനികളുടെ സ്വിച്ച്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, ലാംലെറ്റ്, പാരിവെയർ വാട്ടർ ടാങ്കുകൾ, ലൂക്കർ,
ഫിനോലെക്സ്, ഫിലിപ്സ് തുടങ്ങിയ കമ്പനികളുടെ LED ബൾബുകൾ, സ്റ്റാർ, ഓഷ്യൻ കമ്പനികളുടെ പൈപ്പുകൾ, പാരിവെയർ, എല്ലീസ്, സുപ്രീം തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി വെയറുകൾ ഏറ്റവും വിലക്കുറവിലും ഗുണമേന്മയോടെയും ലഭിക്കുന്നു. മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി.